أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لأماناتهم وعهدهم راعون അവർ തങ്ങളുടെ വാഗ്ദാനങ്ങളെ പാലിക്കുന്നവരാണ്, അതിനെ പരിഗണിക്കുന്നവരാണ്. ആത്മീയവും മഹതിയുമായ സൃഷ്ടിപ്പിലെ 5ാമത്തെ ഘട്ടം അമാനത്തുകൾ, അതേപോലെ തങ്ങൾ ചെയ്ത വാഗ്ദാനങ്ങളെയും പ്രതിജ്ഞകളെയും പാലിക്കുകയാണ് എന്ന് മുഹമ്മദ് ഇസ്ലാം तस्वीर പറയുന്നു. खुदा के अहदों से मुराद वो ईमानी अहद है जो बैत और ईमान के लाने के वक्त मोमिन से लिए जाते हैं, जैसे शिरक ना करना, खूने हक ना करना वगैरह. അള്ളാഹുവിനോടുള്ള വാഗ്ദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയ്യത്ത് ചെയ്യുന്ന സമയത്തും സത്യവിശ്വാസം സ്വീകരിക്കുന്ന സമയത്തും മോമിനെടുക്കുന്ന പ്രതിജ്ഞയാണ്. ശിർക്ക് ചെയ്യാതിരിക്കുക, അകാരണമായി രക്തം ചിന്താതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതിൻ്റെ ഒരു ഭാഗം ഇന്നലെ പറഞ്ഞിരുന്നു. മസീഹ് ഇസ്ലാം പ്രധാനമായും എടുത്തു പറയുന്നത് അമാനത്തിന് മനുഷ്യന് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഓരോ ചെറിയ ചെറിയ ഉപരിപ്ലവമായിട്ട് ചില അമാനത്തുകളെയും പ്രതിജ്ഞകളെയും പാലിക്കേണ്ടതല്ലാതെ വളരെ സൂക്ഷ്മമായി തൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളുടെയും അമാനത്തുകൾ എന്താണ് എന്ന് എല്ലാ സമയത്തും പരിഗണിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആലോചിച്ച് തഖ്വയുടെ സൂക്ഷ്മമായ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം മസീഹ് ഇസ്ലാം അതിൻ്റെ തുടർച്ചയായി പറയുന്നു, तक़वा की बारीक राहें रूहानी खूबसूरती की लतीफ और नफूश और खुशनुमा खतो हाल है. തഖ്വയുടെ സൂക്ഷ്മമായ വഴികൾ ആത്മീയമായ സൗന്ദര്യത്തിന്റെ സുന്ദരമായിട്ടുള്ള അടയാളങ്ങളും അതിന് കാണപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള ലക്ഷണങ്ങളുമാണ്. और जाहिर है कि खुदा ताला की अमानतों और ईमानी अहदों की हसल वसा रियायत करना और दूसरे से सर से पैर तक के जितने क़ुवा और अज़ा हैं, जिनमें ज़ाहिरी तौर पर आंखें और कान और हाथ और पैर और दूसरे अज़ा हैं, और बातिनी तौर पर दिल और दूसरी क़ुव्वतें और अखलाक हैं, उनको जहाँ तक ताकत हो ठीक ठीक महल ज़रूरत पर इस्तेमाल करना और नाजायज़ मवाज़े से रोकना और उनसे पोशीदा हमलों से मुतनब्बे रहना और उसी के मुकाबले पर हुकूक़ के इबाद का भी लिहाज रखना, ये वो तरीक़े जो इंसान को तमाम रूहानी खूबसूरती से उससे वाबस्ता है. അമാനത്തുകളെയും അഹദുകളെയും, അതായത് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട സ്വത്തിനെ അമാനത്ത് എന്ന് പറയുന്നു, പ്രതിജ്ഞകളെയും അതേപോലെ തന്നെ ചെയ്ത വാഗ്ദാനങ്ങളെയും അഹദ് എന്നും പറയുന്നു. അമാനത്തുകളെയും അഹദുകളെയും കഴിവിന്റെ പരമാവധി ശ്രദ്ധാപൂർവം പരിഗണിച്ച് നിറവേറ്റുക എന്നുള്ളത് ആപാദചൂടം, അതായത് തലമുടി മുതൽ കാലിന്റെ അടിവരെയുള്ള മനുഷ്യന്റെ എല്ലാ ശക്തികളും എല്ലാ അവയവങ്ങളും, അതിലെ ബാഹ്യമായിട്ടുള്ള അവയവങ്ങളിൽ കണ്ണ്, കാത്, കൈ, കാല്, മറ്റ് അവയവങ്ങൾ ഉൾപ്പെടുന്നു. പിന്നെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളിൽ ഹൃദയവും മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള മറ്റ് ശക്തികളും അതേപോലെ അവന്റെ ഉത്കൃഷ്ട ഭാവങ്ങൾ അഖ്ലാഖും ഉൾപ്പെടുന്നു. അവകളെ എത്രയാണോ ഒരാൾക്ക് കഴിയുന്നത് ആ കഴിവിന്റെ പരമാവധി ശരിയായ നിലയിൽ അത് ഉപയോഗിക്കുക. അതേപോലെ അനനുവദനീയമായ ഉപയോഗങ്ങളിൽ നിന്ന് അതിനെ പൂർണ്ണമായും തടഞ്ഞു വെക്കുക. വളരെ ഗുപ്തമായ നിലയിൽ തനിക്ക് വരാവുന്ന ആക്രമണങ്ങൾ, ശൈത്താന്റെ ആക്രമണങ്ങൾ, ഈ അവയവങ്ങളുടെ മേൽ വരുന്ന ആക്രമണങ്ങളിൽ നിന്ന് എപ്പോഴും ഉഷാറോട് കൂടി വളരെയധികം സൂക്ഷിച്ച് ജാഗരൂകമായി നിൽക്കുക. അതിന് നേരെ അഭിമുഖമായി ചെയ്യേണ്ട സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക.
അതായത് മനുഷ്യന്റെ കൈ, കാല്, കണ്ണ് തുടങ്ങിയിട്ടുള്ള ബാഹ്യമായിട്ട് അവയവങ്ങളും അവന്റെ ഹൃദയവും ഉൾക്കൃഷ്ട സ്വഭാവങ്ങളും മറ്റുള്ള ആന്തരിക അവയവങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്ന ശൈത്താന്റെ ആക്രമണത്തിൽ നിന്ന് എപ്പോഴും ജാഗരൂകമായി നിൽക്കുക. മറ്റൊന്ന്, അതിനെന്തെല്ലാം അർഹമായിട്ട് നാം ചെയ്യേണ്ട അമാനത്തുകളായിട്ട് സൂക്ഷിക്കുമ്പോഴായിട്ട് അള്ളാഹ് തന്നിട്ടുണ്ടോ അതിന്റെ എല്ലാ വശങ്ങളെയും പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജോ ഇൻസാനിക്ക് തമാം റുഹാനി ഖൂബസൂറത്തി ഉസ്സെ വാബത്തായ, മനുഷ്യന്റെ എല്ലാവിധത്തിലുള്ള ആത്മീയമായിട്ടുള്ള സൗന്ദര്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിലകൊള്ളുന്നത്. और खुदा ताला ने कुरान शरीफ में तकवा को लिबास के नाम से मौसूम किया है. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തഖ്വയെ വസ്ത്രം എന്ന നിലയിലാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചുനാന്റെ ലിബാസു തഖ്വ ഖുർആൻ ശരീഫ് കലർത്ത് വിശുദ്ധ ഖുർആനിലെ ഒരു വാക്കാണ് ലിബാസു തഖ്വ എന്നുള്ളത്, തഖ്വയുടെ വസ്ത്രം എന്നുള്ളത്. ये उस बात की तरफ इशारा है कि रूहानी खूबसूरती और रूहानी जीनत तक़वा से पैदा होती है. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള സൗന്ദര്യവും ആത്മീയമായിട്ടുള്ള അഴകും തഖ്വയിൽ നിന്ന് മാത്രമാണ് ഉത്ഭൂതമാകുന്നത്. और तक़वा यह है कि इंसान खुदा की तमाम अमानतों और ईमानी अहदों और ऐसी मखलूक़ात की तमाम अमानतों और अहदों की हत्तल वसा रियायत रखे, यानी उनके दक़ीक़ दर दक़ीक़ पहलुओं पर മഖ്ദൂർ കാർബന്ദ് ഹോ ജായ. അതായത് ആത്മീയമായിട്ടുള്ള ഈ വ്യക്തിത്വത്തിന്റെ സൗന്ദര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹുവുമായിട്ടുള്ള അമാനത്തുകളും അഹദുകളും അവൻ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള അവനോട് പാലിക്കേണ്ട പ്രതിജ്ഞകൾ, പാലിക്കേണ്ട കാര്യങ്ങളും പിന്നെ അമാനത്തുകളെ നിറവേറ്റേണ്ട കാര്യങ്ങളും അതേപോലെ തെറ്റുകളുമായിട്ട് അവൻ നിറവേറ്റേണ്ട അമാനത്തുകളും അതേപോലെ തന്നെ അതിൻ്റെ പ്രതിജ്ഞകളുടെയും കാര്യങ്ങളിൽ കഴിവിന്റെ പരമാവധി ശ്രദ്ധാപൂർവം പരിഗണിച്ചുകൊണ്ട് അത് നീങ്ങുകയും എത്ര തന്നെ സൂക്ഷ്മമായിട്ടുള്ള മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും അതിൽ കഴിവിന്റെ പരമാവധി നിറവേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യത്ത് ഉജുദ് റുഹാനി ക പാഞ്ച് വദർജ. ഇതാണ് ആത്മീയമായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ അഞ്ചാമത്തെ ഘട്ടം. और उसके बिलमुकाबिल जिस्मानी वजूद का पांचवा दर्जा वो है इस आयत में जिक्र है. അതിന്റെ നേരെ അഭിമുഖമായിട്ട് ആത്മീയമായിട്ടുള്ള വ്യക്തിത്വത്തിൽ ഗർഭസ്ഥിശുവിന് നടക്കുന്ന മാറ്റത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവരിച്ചത് ഫഖത്തൗനൽ ഇലാമ ലഹമ എന്നാണ്. यानी हमने हड्डियों पर गोश्त चढ़ा दिया. അതായത് നാം പിന്നെ അസ്ഥിയുടെ മേൽ മാംസത്തെ ധരിപ്പിച്ചു. और जिस्मानी बनावट की किसी कदर खूबसूरती दिखला दी. ശാരീരികമായിട്ടുള്ള മനുഷ്യന്റെ ആകൃതിക്ക് യഥാർത്ഥത്തിലുള്ള അഴക് അതിന്റെ പിന്നെ മാംസം വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതായത് പിന്നെ അസ്ഥി എത്ര തന്നെ നല്ലതാണെങ്കിലും എത്ര തന്നെ പിന്നെ നിലനിൽക്കുന്നതാണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും അതൊരു അസ്ഥിപഞ്ജരത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന വൈകൃതം അതിന്റെ മാംസം അതിന്റെ മുകളിൽ വരുന്നതിനനുസരിച്ച് ആ വൈകൃതം ഇല്ലാതായിത്തീരുന്നു. അതിന്റെ അഴകും അതുകൊണ്ട് കൂടുന്നു. അതേത് വിധത്തിൽ അതിന്റെ വടിവത്ത നിലയിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അഴക് ആ ശരീരത്തിന് കിട്ടണം. ഇതേപോലെ അമാനത്തിന്റെയും അഹദിന്റെയും മനുഷ്യന്റെ അമാനത്തും അഹദുകളും സംരക്ഷിക്കുമ്പോൾ അവന്റെ ശരീരത്തിനുള്ള വടിവത്ത അഴകും അവന്റെ സൗന്ദര്യവും അവന് ലഭ്യമാകുന്നു. തുടർന്ന് ഈ അജീബ് മുതാബിഖത്തെ ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു താദാത്മ്യമാണ്. जैसा कि खुदा ताला ने एक जगह रूहानी तौर पर तकवा का लिबास करार दिया, ऐसा ही कसौना का लफ्ज़ किस्वत से निकला है. वो भी बतलाता है कि गोश्त हड्डियों पर चढ़ा जाता है. वो भी एक लिबास है जो हड्डियों पर पहनाया जाता है. വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു താദാത്മ്യമാണ് ഈ വാക്കുകളിൽ അള്ളാഹുവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ശരീരത്തിൽ പിന്നെ മാംസത്തെ കസൗന നാം അതിൽ ധരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അസ്ഥിയുടെ മുകളിൽ മാംസത്തെ ധരിപ്പിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ പിന്നെ വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോഴും അതും ധരിപ്പിച്ചു എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് മാംസം ഭൗതികമായ ശരീരത്തിന് മാംസം ധരിപ്പിക്കുകയും ആത്മീയമായ ശരീരത്തിന് തഖ്വയുടെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നത് രണ്ടും പരസ്പരം താദാത്മ്യമുള്ള പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു താദാത്മ്യം അവിടെ വെളിപ്പെടുത്തുകയും മനുഷ്യന്റെ ജീവിതത്തിന് ശരിക്ക് വഴിതിരിച്ച് വിടുകയുമാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. വഹാ ലിബാസ് ക ലഫ്സ് യഹാ കിസ്വത്ത് ക, അവിടെ ലിബാസ് എന്നാണ് പിന്നെ ഉള്ളത്, ഇവിടെ കിസ്വത്ത് എന്നാണ്. രണ്ടിന്റെയും അർത്ഥം വസ്ത്രം എന്നുള്ളതാണ്. ദോനോ മാനെ ഏക്ക്, രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത്. നത്തെ ഖുറാനി ബാവാസ് ബുലം തുക്കാറിലേക്ക് ദോനോ ക മഖ്സദ് ഖുസൂറത്തി ഹൈ.
വിശുദ്ധ ഖുർആനിലെ ഈ രണ്ട് വാക്കുകളും വ്യക്തമായിട്ടുള്ള ഈ വാക്കുകൾ നമ്മോട് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു സംഗതി, രണ്ടിന്റെയും ഉദ്ദേശം അഴകിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു സംഗതി, ഇപ്പം വസ്ത്രത്തിൽ അഴകുണ്ട് എന്ന് മുസ്ലിം ഇസ്ലാം എഴുതുന്നത് 100 വർഷം മുമ്പാണ്, 100 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോ സ്ത്രീ മനഃശാസ്ത്രം എന്ന പേരിൽ പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അതിൽ സ്ത്രീകൾക്ക് വസ്ത്രത്തോടുള്ള അമിതമായിട്ടുള്ള ഇമ്പം കാണുന്നു എന്ന് പറയുകയും അതിനെ മനഃശാസ്ത്രപരമായിട്ട് ആ വസ്ത്രത്തിൽ തങ്ങൾ വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തങ്ങളുടെ അഴക് വർദ്ധിക്കും എന്നുള്ള ചിന്തയാണ് അതിനകത്ത് കൂടുതൽ ഈ അവസ്ഥ ഉണ്ടാവുന്നത്. അത് ഏതോ കാലത്ത് വിശുദ്ധ ഖുർആൻ ഒരു വസ്ത്രത്തെ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളത് വസ്ത്രം ഏറ്റവും നന്നായി താൻ അഴക് കൂടും എന്നുള്ള തോന്നൽ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അഴകിനെ കുറിച്ചുള്ള ഒരു ബോധം മനുഷ്യന്റെ അവൻ അന്തർലീനമായി കിടക്കുന്ന ഒന്നാണ് വസ്ത്രവുമായിട്ട് യോജിച്ചു നിൽക്കുന്നത്. ഇതേപോലെ തന്നെ തഖ്വയെക്കുറിച്ചുള്ള ബോധമാണ് മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള അഴകിനെ നിലനിർത്തുന്നത്. അത് ശരീരത്തിന്റെ വസ്ത്രം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രമാണെങ്കിൽ മാത്രമാണ് അഴകിനെ ശരിയായ നിലനിർത്താൻ കഴിയുന്നത്. അതല്ല വസ്ത്രം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതാവില്ല. ശരീരത്തിന്റെ ഒരു അളവും അതിന്റെ ശരിയായ രൂപവും ആകൃതിയും അതിന്റെ കളറും എല്ലാം റെഡിയായിരിക്കണം. ഇതേപോലെ മനുഷ്യന് അള്ളാഹ് നൽകിയിട്ടുള്ള ശരീരത്തിലെ ഓരോ ശക്തികളും, അത് കൈയിന്റെ ആണെങ്കിലും കാലിന്റെ ആണെങ്കിലും ബുദ്ധിയുടെ ആണെങ്കിലും സ്വഭാവത്തിന്റെ ആണെങ്കിലും ഏതാണെങ്കിലും ആ ശക്തികൾക്ക് അനുസൃതമായിട്ടുള്ള അമാനത്തുകളെയും അവന്റെ പ്രതിജ്ഞകളെയും അവൻ പരിഗണിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അഴക് നിലകൊള്ളുന്നത്. അതിന് തഖ്വ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒറ്റവാക്കുള്ളതല്ല. ഓരോ അവയവങ്ങൾക്കും എന്തെല്ലാം ഹക്കുകളുണ്ട്, അത് സൃഷ്ടികളോടുള്ള ഹക്കുണ്ട്, അള്ളാഹിനോടുള്ള ഹക്കുണ്ട്. ഇപ്പൊ നെറ്റി തന്നിട്ടുണ്ടെങ്കിൽ നെറ്റി സൃഷ്ടികളോടുള്ള ഹക്ക് അത് വൃത്തിയായി വസ്തുവും മനുഷ്യൻ അടങ്ങാറില്ലാത്ത അല്ലെങ്കിൽ ചുളിക്കാതെ കണ്ടുകാണത്തിലാണെങ്കിൽ അതേ നെറ്റി അള്ളാഹിനോടുള്ള ഹക്ക് സുജൂദിൽ കൊണ്ടുപോയി വെക്കലാണ്. ഇങ്ങനെ ഓരോ തലത്തിലും മനുഷ്യൻ നൽകിയിട്ടുള്ള ഓരോ കഴിവുകളെയും അതിന്റെ സൂക്ഷ്മമായ വശങ്ങളിൽ പരിഗണിച്ചെങ്കിൽ മാത്രമേ അവന് മുമ്പോട്ട് പോകാൻ ആത്മീയമായ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് കാലം ചേർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മധ്യമത് തുറന്നു വരിക്കും. ബാക്കി